പഴയ നിയമത്തിൽ ഇന്നാണെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ദൈവവചനത്തിൻ്റെ കോപ്പിയുണ്ട്. നമ്മൾ ദൈവവചനം ബൈ ഹാർട്ട് പഠിക്കാറുണ്ട്. ഇതുപോലുള്ള സന്ദേശങ്ങളുണ്ട്. ഉപദേശിക്കുവാൻ പലരുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, പാരൻസ്, എല്ലാവരും നമ്മളെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പാപത്തിലേക്ക് പോരുന്ന് പറയാൻ ഒത്തിരി ഗുണദോഷിക്കാൻ ആളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നാം സ്വീകരിച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നൊരു കാലത്ത്, സ്വന്തം കയ്യിൽ ഒരു ബൈബിളിൻ്റെ കോപ്പി ഇല്ലാതിരുന്ന കാലത്ത്, ഒരു ചെറുപ്പക്കാരൻ ഒരു മഹാപാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് ജോസഫ്. പൊത്തീഫറിന്റെ ഭാര്യ മിസസ് പൊത്തീഫർ തന്നെ പാപത്തിന് വേണ്ടി വലിച്ചിഴയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാതെ താൻ ദോഷം വിട്ടകന്നോടി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവഭയം, ഫിയർ ഓഫ് ദ ലോർഡ്. അതാണ് ഇവിടെ പറയുന്നത്. ദോഷം വിട്ടകലാൻ നമ്മെ സഹായിക്കുന്നത് ദൈവഭയമാണ്. അല്ലെങ്കിൽ ഒരു അൺസ്ക്രൂപ്പുലസായി, ഒരു സങ്കോചവുമില്ലാതെ പാപത്തിന്റെ പുറകെ പോകുന്ന ഒരാളെ കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കണം അയാൾക്ക് ദൈവഭയമില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ പാപം വിട്ട് ഓടും.